നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായില്ലേ? അതെ, ലോക്കറ്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ എല്ലാവരും മാലയിലൊക്കെ ലോക്കറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഏതൊക്കെ ലോക്കറ്റ്സ് സ്യൂട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ലോക്കറ്റ്സ് ഉപയോഗിച്ചാലും നമുക്ക് ലക്ക് ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ പുറം രാജ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അവർ ലക്കി ചാംസ്, അവരുടെ മാലയിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ലോക്കറ്റ് ഉണ്ടാവും. ബ്രേസ്ലെറ്റ്സിൽ യൂസ് ചെയ്യും, റിംഗ് ഒക്കെ വെറൈറ്റി ആയിരിക്കും. അതെല്ലാം അവരൊക്കെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോക്കറ്റ്സ് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലക്കി ചാംസ് എന്നാണ് എന്നെ പറയാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ലക്കി ചാംസിനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ലക്കി ചാമ കൊണ്ട്, അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലോക്കറ്റ്സ് കണ്ടിട്ട് നമുക്ക് ടാരറ്റ് റീഡിങ് പോലത്തെ റീഡിങ് വരെ ചെയ്യാൻ സാധിക്കും. അതായത് ഫ്യൂച്ചർ പ്രിഡിക്ഷൻസ് അങ്ങനത്തെയുള്ള സയൻസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും പറയുന്നില്ല. ഇതിൽ പറയണത് ഓരോ ലക്കി ചാമ എന്തിന് യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്തതിൽ എന്താ കിട്ടുക, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ജ്വല്ലറിയിൽ ഇത് യൂസ് ചെയ്യുക, അതായത് ലോക്കറ്റായിട്ട് കഴുത്തിലണിയുക, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റായിട്ട് കയ്യിലണിയുക, അല്ലെങ്കിൽ റിങ്സ് കിട്ടണമെച്ചാൽ അങ്ങനെ ചെയ്യുക. ആമസോണിൽ ഞാനൊന്ന് നോക്കട്ടെ, ഉണ്ടെച്ചാൽ ഞാനിത് ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ചില ആൾക്കാർക്ക് കീ ചെയിൻസ് ഭയങ്കര ക്രേസ് ആയിരിക്കും. വെറൈറ്റി കീ ചെയിൻസ് കാണുമ്പോൾ നമ്മളത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇനി തൊട്ട് കീ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന ലക്കി ചാംസ് കിട്ടുവാണെന്ന് വെച്ചാൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല നല്ല മാറ്റങ്ങൾ ഡാം ഷുവർ ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഇതിൻ്റെ പേര് തന്നെ എന്താ, ലക്കി ചാംസ് എന്നാ. ഓക്കെ, സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ലക്കി ചാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളധികം മലയാളികൾ അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്നാലും കിട്ടുവാണെന്ന് വെച്ചാൽ മേടിക്കുക. ആമസോണിലൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ തപ്പി കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ആദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോണത്, ഫസ്റ്റ് നമ്മുടെ ലക്കി ചാമായിട്ടുള്ളത് സ്റ്റാറാണ്. മിക്കവരും സ്റ്റാർ ആയിട്ടുള്ള ലോക്കറ്റ് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാറിനോട് റിലേറ്റ് ചെയ്ത് റിങ്സ് യൂസ് ചെയ്യാറുണ്ട്, ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, അതെല്ലാം ചെയ്യാറുണ്ട്. ഈ സ്റ്റാറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? ഈ സ്റ്റാർ യൂസ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റാണ് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി, ഹോപ്പ്, അതായത് പ്രതീക്ഷ, പിന്നെ നമുക്കൊരു ഗൈഡൻസ് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് സ്റ്റാറൊക്കെ യൂസ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റാർ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പോസിറ്റീവ് എനർജി വേണം, ഒരു ഗൈഡൻസ് വേണം, ഒരു പ്രതീക്ഷയില്ല, ഒരു കാര്യത്തിനും പ്രതീക്ഷയില്ല വെച്ചാൽ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുള്ളൂ. കീ ചെയിനായിട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാം, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ. എന്നാലും യൂസ് ചെയ്ത് നോക്കിയാൽ ഗംഭീരമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോണത് ആങ്കറാണ്. ഈ ലോക്കറ്റ് എപ്പോഴും എല്ലായിടത്തും കാണാറുണ്ട് അല്ലേ? കൂടുതൽ ആൺകുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോക്കറ്റായിട്ടോ ബ്രേസ്ലെറ്റ് ആയിട്ടോ കീ ചെയിൻ ആയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാൻ, ഉപകാരം അല്ലെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയും ഹോപ്പും ഒരു പ്രൊട്ടക്ഷനും കിട്ടും. കാരണം വെച്ചാൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തിലും ഒരു സ്ഥിരത കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ഇന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആങ്കർ ആ സിമ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത് പറയണത് നമ്മുടെ ഏറ്റവും മോസ്റ്റ്ലി ഫേവറേറ്റുള്ള ലോക്കറ്റാണ് ഹാർട്ട്, ഹൃദയം. ഹൃദയം യൂസ് ചെയ്ത് എന്താ എല്ലാവർക്കും അറിയാം അല്ലേ? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹേർട്ട് എന്ന ചാം യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഫെദറാണ്, തൂവൽ. ഇതൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. എന്താ കാര്യം വെച്ചാൽ, ഫെദർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷനും സ്പിരിച്വൽ ഗ്രോത്തും, അതായത് ആധ്യാത്മികമായിട്ടുള്ളൊരു ഉയർച്ച, അല്ലെങ്കിൽ ഈശ്വരനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ മടിയുണ്ട് വെച്ചാൽ, ഈശ്വരനായിട്ട് കണക്ട് ചെയ്യാൻ മടിയുണ്ട് വെച്ചാൽ നിങ്ങൾ ഫെദർ യൂസ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ, എല്ലാ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനും പ്രൊട്ടക്ഷൻ ഉണ്ടാവാനും ഒരു ഗൈഡൻസ് കിട്ടാനും എല്ലാം ഈ ചാം നിങ്ങളെ സഹായിക്കും. പുതിയൊരുവല്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനി അടുത്തത് ബേർഡാണ്. ഏത് ബേർഡായിക്കോട്ടെ, കുഞ്ഞിക്കിളിയോ വലിയ കിളിയോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
ആ ബേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡം ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് ബേർഡിൻ്റെ ചാമ യൂസ് ചെയ്യാം. ഒരു ന്യൂ ബിഗിനിങ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേർഡിൻ്റെ ചാമ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് പറയണത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ബേർഡും കീയും കൂടിയുള്ളതാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഉപയോഗിച്ചാലും കീ മാത്രം ഉപയോഗിച്ചാലും ഗംഭീര റിസൾട്ടാണ്. കീയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ഫ്രീഡം, പിന്നെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ഒരു കുറേ കഴിവുകളൊക്കെ പുറത്തെടുക്കാനൊക്കെ കീ സഹായിക്കും. കീ എന്ന് വെച്ചാൽ നമ്മുടെ താക്കോലിൻ്റെ ചാമും കിളിന്ന് ബേർഡും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനും നല്ല ഗംഭീരമായിട്ടുള്ളത്. രണ്ടും കൂടി ഉപയോഗിക്കാം, ഇനി ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. എന്തായാലും ഒരു നല്ല മാറ്റം കീ കൊണ്ടുവരും. കീ ഈസ് ഓൾവേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുഡ് ലക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഡ്രീം ക്യാച്ചറാണ്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷേ ഇത് ജ്വല്ലറിയിൽ യൂസ് ചെയ്യില്ല. നിങ്ങൾ ഒന്ന് മുറിയിൽ എവിടെയെങ്കിലും തൂക്കിയിടുകയോ അല്ലെങ്കിൽ ചെറിയത് കിട്ടുവാണെങ്കിൽ കീ ചെയിനായിട്ട് യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം വെച്ചാൽ ഡ്രീം ക്യാച്ചർ ഈസ് ഒരു പ്രൊട്ടക്ഷൻ പോലെയൊക്കെ വർക്ക് ചെയ്യാം. നമുക്ക് ആഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങളും പോസിറ്റീവ് എനർജിയും ഡ്രീം ക്യാച്ചർ നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇനി പറയുന്നതാണ് സൂപ്പർ പവർഫുൾ, അതായത് ഗുഡ് ലക്കിന് വേറെ ഒന്നും വേണ്ട. ഇതിന് ഹോഴ്സ് ഷൂ എന്ന് പറയാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇത് മെൻഷൻ ചെയ്യാം കേട്ടോ. ഹോഴ്സ് ഷൂ എന്ന് പറയുന്ന ലോക്കറ്റാണ്, ഈ ചാമാണ്. ഇത് വാങ്ങാൻ ആമസോണിലൊക്കെ കിട്ടും. ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യൂ. കാരണം വെച്ചാൽ ഇത് വളരെ ഗുഡ് ലക്കിന്, അതായത് ഭാഗ്യം തുണയ്ക്കാൻ വേണ്ടി, ഏത് കാര്യത്തിനും വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ എഫക്റ്റ്ഫുള്ളാണ് ഈ പറയുന്ന 4 ക്ലോ. അതായത് അതിൻ്റെ പേരൊക്കെ ഞാൻ പറയാം, ഇതിൽ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് പോയി നോക്കിയെടുക്കാൻ പറ്റും. ഗുഡ് ലക്ക്, അതായത് പണം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏതൊരു രീതിയിലുള്ള ഗുഡ് ലക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചാമാണിത്. 4 ക്ലോ എന്ന് പറയും. ഓക്കെ, അടുത്ത പറയാൻ പോണത്, അത് ലാസ്റ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ളത് പറയാൻ പോണേ. അത് എന്താ പറയുക, ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 3 ഹോഴ്സ് ഷൂ, 4 ഗ്ലൗസ്, ഇനി ഒരെണ്ണം കൂടി വരാൻ പോകണം കേട്ടോ. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഡാം ഷുവർ നിങ്ങൾക്ക് ഗുഡ് ലക്കിൻ്റെ ഭാഗ്യത്തിൻ്റെ ബഹളമായിരിക്കും. ഇത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പേര് വിഷ് ബോൺ എന്നാണ്. വിഷ് ബോൺ ലോക്കറ്റാണ്. ഇത് റിംഗ് ആയിട്ടൊക്കെ കിട്ടും, ജ്വല്ലറിയിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും. ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് എന്താ പറയുക, ലക്കി ചാം എന്നൊക്കെ പറയുന്നത് വിഷ് ബോണിൻ്റെ ചാമിനൊക്കെ തന്നെയാണ്. കാരണം അത്ര ഗംഭീര എഫക്റ്റാണ് ലൈഫിൽ വരുത്തുക. ഇത് കീ ചെയിനായിട്ടൊക്കെ കിട്ടുമോയെന്ന് അറിയില്ല, പക്ഷേ ജ്വല്ലറിയിൽ എന്തായാലും കിട്ടും. റിങ്സ് അവൈലബിൾ ആണ്, ചെയിൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു കേട്ടോ. ഇതിൽ കൂടുതൽ സ്പീഡ് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഇത്രയും ഈ ലോക്കറ്റ്സും ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ജ്വല്ലറി ആയിട്ട് വാങ്ങിയിടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല വെച്ചാൽ, ഞാനിപ്പോൾ ഈ പിക്ചർ തന്നില്ലേ, അതിൻ്റെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പറായിട്ട് ഓരോ ദിവസം ചെയ്ത് നോക്കുക. പിന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എപ്പോഴും ഗാലറിയിൽ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ മുറിയിലൊന്ന് വെക്കുക. പിന്നെ നമ്മൾ ആധാറൊക്കെ ലാമിനേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സിൽ വെക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ഈ ചാം നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാമായാലും ഗംഭീരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എപ്പോഴത്തെ പോലെയും ചെറിയ വീഡിയോ അല്ല, ലോങ് വീഡിയോ ആയി പോയി. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാനിന്ന് വീണ്ടും വരാം. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.